ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ 800 ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ റിവേഴ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ബൾബൊക്കെ അഴിച്ചു നോക്കിയ സമയത്ത് ബൾബിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവിടോട്ട് കറണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ റിവേഴ്സിൻ്റെ സ്വിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിൻ്റെ സ്വിച്ച് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിൻ്റെ സ്വിച്ചിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വണ്ടിയുടെ അടിയിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടിയിൽ പോയിട്ട് റിവേഴ്സിൻ്റെ സ്വിച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. സോക്കറ്റ് അഴിച്ചു വിടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സോക്കറ്റ് അഴിച്ച് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സോക്കറ്റ് വരുന്നത് ഇതിലാണ്. ഇതിൻ്റെ സോക്കറ്റ് ഈ വൈറ്റ് സോക്കറ്റാണ് വരുന്നത്. ഞാൻ ഇത് ഓൾറെഡി നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ അടിയിൽ പോയിട്ട് ഇതിൻ്റെ ഇത് അടിയിലോട്ട് ഇറക്കി വിടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വിച്ച് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയർ നമ്മൾ അടിയിലോട്ട് ഊരി വിട്ടു. ഓൾറെഡി സോക്കറ്റ് നമ്മൾ അഴിച്ചെടുത്താണ്. ഇനി നമുക്ക് റിങ്ങോ കോമ്പിയോ ഉപയോഗിച്ച് ഈ സ്വിച്ച് നമുക്ക് അഴിച്ചെടുക്കണം. ഓൾറെഡി അതിന് ലീക്കും കാര്യങ്ങളും ഉണ്ട്. ഇത് ലീക്ക് വരുന്നത് തന്നെ ഈ സ്വിച്ച് ഡാമേജ് ആകുമ്പോഴാണ് ഇതിന് ഗിയർ ഓയിലിന് ലീക്ക് വരുന്നത്. കാരണം ഇത് അഴിക്കുമ്പോൾ ഒരു ശകലം ഗിയർ ഓയിൽ വരും, അത് നമുക്ക് തിരിച്ച് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ സ്വിച്ച് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പുതിയ റിവേഴ്സ് സ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ റിവേഴ്സ് സ്വിച്ച് വരുന്നത്. ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത് 37610M78113 ആണ്. ഇതിന് വില വരുന്നത് 147 രൂപയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് 21 സ്പാൻഡാണ് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഇതിനുള്ളിലൂടെ കയറ്റി വിടുക. കയറ്റി വിട്ടതിന് ശേഷം ലൂസ് ചെയ്യുക. കാരണം ഈ റിവേഴ്സ് സ്വിച്ച് ഓവർടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ പഴയ സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം ഗിയർ ഓയിൽ താഴോട്ട് വീഴുമ്പോൾ തന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇനി പഴയത് അഴിച്ചെടുക്കാം. ഗിയർ ഓയിൽ ഈ ഗിയർ ഓയിൽ നമുക്ക് എന്തായാലും മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗിയർ ഓയിൽ വെള്ളം എന്തോ മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഗിയർ ഓയിൽ നമുക്ക് എന്തായാലും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 21ൻ്റെ ബോക്സ് ഇതുവഴി റിങ് ഇതുവഴി കയറ്റുക, ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓവർടൈറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സോക്കറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മേളിൽ കൊടുക്കണം. ഗിയർ ഓയിൽ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഗിയർ ഓയിൽ അഴിച്ചു വിടുന്ന നട്ട് ഇതാണ്. ഈ നട്ട് വഴി നമുക്ക് ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗിയർ ഓയിൽ മാറ്റാം. പക്ഷേ ഇതിൻ്റെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൽ റിവേഴ്സ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സോക്കറ്റ് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വയർ മേളിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ വയർ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ വയർ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട്, കാരണം ഇതിൻ്റെ ആക്സിലിൽ വയർ മുട്ടാണ്ട രീതിയിൽ കറക്റ്റായിട്ട് വലിച്ചു വെക്കുക. വലിച്ചു വെച്ചതിന് ശേഷം ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പിൽ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പിലേക്ക് വയർ ആദ്യം ജോയിൻ ചെയ്ത് വെച്ചിട്ട് മടക്കി വെക്കുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ പോയിട്ട് ആക്സിലുമായിട്ട് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കിത് സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ സോക്കറ്റ് വരുന്നത്.
ഓക്കെ, നമ്മളിപ്പോൾ സോക്കറ്റ് കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ സോക്കറ്റ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ വയർ കറക്റ്റായിട്ട് മടക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആക്സിൽ ആ വയർ പോയി മുട്ടും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മുട്ടാണ്ട രീതിയിൽ ഈ ക്ലിപ്പിൽ കയറ്റി വെക്കുക, ഇത് മടക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലിപ്പ് ഓൾറെഡി കൊടുത്തു. ഇനി നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം, റിവേഴ്സ് കത്തുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ പഴയ റിവേഴ്സ് സ്വിച്ച് വരുന്നത്. റിവേഴ്സിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോബ് സ്റ്റക്കായി പോയതാണ് മെയിനായിട്ടുള്ള കാരണം ഇത് ഒരു ശകലം പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് വീഴുമ്പോൾ ഈ ബോൾ താഴോട്ട് പോയിട്ട് എൻഗേജ് ആയിട്ടാണ് ലൈറ്റ് കറണ്ട് പ്രോപ്പറായിട്ട് വന്നിട്ട് ബൾബിൽ കറണ്ട് കത്തുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റക്കായി, ഇതിന് തള്ളലും കുറവാണ്, ഇതിനുള്ളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് തന്നെയല്ല, ഇതിനുള്ളിൽ എവിടെ പൊട്ടലോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഗിയർ ഓയിൽ ഈ ഭാഗത്തിൽ കൂടെ ലീക്ക് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്വിച്ച് മാറണം. അപ്പോൾ ഗിയർ ഓയിലിൻ്റെ ലീക്കിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് കത്താത്ത പ്രശ്നമുണ്ട്. അപ്പോൾ പഴയ ഗിയർ ഓയിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഓയിൽ അഴിച്ചുവിടാൻ പോകണം. കാരണം റിവേഴ്സ് സ്വിച്ച് നമ്മൾ അഴിക്കുന്ന സമയത്ത് ഗിയർ ഓയിൽ ഫുള്ള് ഡയർട്ടി ആയിട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ ഗിയർ ഓയിലും മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗിയർ ഓയിലിൻ്റെ കണ്ടീഷനാണ് ഈ കാണുന്നത്. ഇതിങ്ങനെയോ ഗിയർ ഓയിലിനകത്ത് വെള്ളത്തിൻ്റെ അംശം കയറിയിട്ടുണ്ട്. അതാണ് ഈ ഒരു കളർ വരാനുള്ള കാരണം. ഈ വാഷ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയോ വെള്ളം കയറിയിട്ടുണ്ട്, അതാണ് ഈ ഒരു കളർ വരാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഗിയർ ഓയിൽ എന്തായാലും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ 2 ലിറ്ററാണ്, 2 ലിറ്റർ ഗിയർ ഓയിലാണ് ഇതിന് വരുന്നത്. ഇത് ടോപ്പ് അപ്പ് ചെയ്യുന്നത്, നമ്മൾ ഗിയർ ഓയിൽ ഒഴിക്കുന്നത് ഈ ട്രെയിനായിട്ട് ഫിറ്റ് ചെയ്യുക, മുകളിൽ കൂടെയാണ് ഇതിന് ഗിയർ ഓയിൽ ഒഴിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗിയർ ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കിലാണ് നോക്കുന്നത്. നമ്മൾ ഒഴിക്കുന്നതും ഇതിൽ കൂടെയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഗിയർ ഓയിലിൻ്റെ ലെവൽ വരേണ്ടത് ഈ ഒരു പോർഷനിലാണ് ഗിയർ ഓയിലിൻ്റെ ലെവൽ വരേണ്ടത്. ഇത് മാക്സിമം പോർഷനാണ് വരുന്നത്. നമ്മൾ ഒഴിക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ഗിയർ ഓയിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഗിയർ ഓയിൽ നമുക്ക് ചോർപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ഗിയർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇതിന് ഡ്രെയിനിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗിയർ ഓയിൽ ചോർത്തി കഴിഞ്ഞിട്ട് ഗിയർ ഓയിൽ ഒഴിക്കുക, ലെവൽ കറക്റ്റായിട്ട് തന്നെ നോക്കുക. 2 ലിറ്റർ ഗിയർ ഓയിലാണ് ഇതിന് വരുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ സ്റ്റിക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി ഡ്രെയിനിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ഓയിലാണ് ഒഴിക്കേണ്ടത്. നമ്മളിപ്പോൾ ഗിയർ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ചോർപ്പ് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ ഗിയർ ഓയിലിൻ്റെ അവസ്ഥ. അതിലെങ്ങനെയോ വെള്ളം മിക്സ് ആയിട്ടാണ് ഉള്ളതാണ്. കാരണം അങ്ങനെയാണ് ഇത് കാണുന്നത്. കാരണം നമ്മൾ റിവേഴ്സ് സ്വിച്ച് അഴിച്ച സമയത്ത് ഗിയർ ഓയിലിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ മാറിവിടുക. കാരണം ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റായിട്ട് ലൂബ്രിക്കൻ്റ് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഗിയറിൻ്റെ ബെയറിംഗ് ഒക്കെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലിറ്റർ ഗിയർ ഓയിൽ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലെവൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് ലെവൽ വരുന്നത് കറക്റ്റ് ഈ പോർഷനിലാണ് വരുന്നത്. ഇവിടെ വരെയും ലെവൽ കറക്റ്റായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ 2 ലിറ്റർ ഗിയർ ഓയിലാണ് ഇതിന് വരുന്നത്. ഈ ഭാഗത്തായിട്ട് കറക്റ്റ് വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് കൈകൊണ്ടുള്ള ടൈറ്റ് തന്നെ മതി. കൈകൊണ്ട് തന്നെ ഫുൾ ടൈറ്റ് വലിച്ചു മുറുക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റ് തന്നെ ഇതിന് മതി. ഓവർ ടൈറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് ആണ്, അത് ഓവർ ടൈറ്റ് ചെയ്താലും അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ റിവേഴ്സ് സ്വിച്ച് നമ്മൾ അഴിച്ചപ്പോൾ ഗിയർ ഓയിലിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഗിയർ ഓയിലും മാറ്റി വിട്ടിട്ടുണ്ട്. റിവേഴ്സിൻ്റെ സ്വിച്ച് നമ്മൾ മാറുന്നത് ഇപ്പോൾ കണ്ടതാണ്. വണ്ടിയുടെ ബാക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് ഒന്ന് ഇട്ട് നോക്കാം. ഒന്ന് റിവേഴ്സ് ഇട്ടേ. ചാവി ഓണാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചാവി ഓണാക്കി ഇട്ടേ. ഓക്കെ, ഈ ലൈറ്റും കത്തിയിട്ടുണ്ട്, ഈ ലൈറ്റും കത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, അത്
നമ്മൾ ബൾബ് നോക്കിയ സമയത്ത് ബൾബിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അവിടെ കറണ്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. കറണ്ട് വരാത്തതിൻ്റെ കാരണം സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് പോയതാണ്. ഇപ്പോൾ സ്വിച്ച് മാറിയപ്പോൾ ഒന്നുകൂടെ ന്യൂട്രാക്കിയിട്ടേ. ഓക്കെ, ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും റിവേഴ്സ് ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ.